ഹലോ, ഒരു ഗുഡ് ഫ്രൈഡേ വിഷസ് എല്ലാവർക്കും. അപ്പോൾ ഞാനിന്ന് കഞ്ഞി ഉണ്ടാക്കാനാണ് പോകുന്നത്. എസ്പെഷ്യലി നമുക്ക് ഗുഡ് ഫ്രൈഡേക്ക് ഒരു പ്രത്യേക തരം കഞ്ഞി പള്ളിയിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഗുജറാത്തിലായതുകൊണ്ട് ഞാനത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 3 മണിക്കൂർ മുന്നേ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എത്ര അളവ് വേണം ഒന്നും എനിക്കറിയില്ല. ഞാൻ തേങ്ങയൊക്കെ രാഗി അവിടെ എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ അതിലേക്ക് അരി എടുത്തു. അരി എത്ര എടുത്തതെന്ന് എന്നോട് ചോദിക്കരുത്. അരി എടുത്തു, തേങ്ങ അതിലേക്ക് ഇട്ടു, അതുപോലെ ചെറുപയറും ഇട്ടു. എന്നിട്ട് കുക്കറിൽ വേവിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പം തേങ്ങ ഇത്ര ഇട്ടിടും, ബിക്കോസ് തേങ്ങ ഇടുമ്പോൾ നല്ല രുചിയുണ്ടാവും. അപ്പം ഞാൻ ഈ വറ്റൽമുളക് കൂടി ഇട്ടു. ചെറിയ ഉള്ളിയാണ് ആക്ച്വലി വേണ്ടത്. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെല്ലുള്ളി വെച്ചിട്ട് ഒരു 3 ചെറിയ വെല്ലുള്ളി, അതേപോലെ പച്ചമുളകും കൂടി ഇട്ടു അതിലിട്ടു. അത് ചെറിയ ഉള്ളി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പെടുത്തു. അപ്പോൾ ഓരോരുത്തർക്കും ഉപ്പ് കൂടുതലും കുറവായിട്ട് വേണം. എനിക്ക് കുറച്ച് ഉപ്പ് കൂടുതൽ നിൽക്കുമ്പോൾ ഒരു രുചി കൂടുതലായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം ഇത്രയൊക്കെ സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ വിസിലൊരു 3 വിസിലോ 2.5 വിസിലൊക്കെ ഇടാനുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ തയ്യാറൊക്കെ ആക്കി വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ അരി കൂടുതലും വെള്ളം കുറവുമാണ് വെച്ചതെന്ന്. വെള്ളമൊക്കെ കുറേ വെച്ചിട്ടായിട്ട് എനിക്ക് തോന്നിയെന്ന്, പക്ഷെ അരി കൂടുതലാണെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം ഞാൻ ഇത്രയൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും വലിയൊരു കുക്കർ വേണമെന്നൊക്കെ ഞാൻ റിയലൈസേഷൻ എനിക്ക് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ എന്തായാലും കുക്കറിൽ ഇതൊക്കെ ഇട്ട് വെച്ച് സെറ്റാക്കിയിട്ട് ഞാൻ കുക്കറിൽ വിസിൽ വരാൻ വേണ്ടി കാത്തു നിന്നു. എന്നിട്ട് ഞാൻ ഉള്ളി മുറിച്ചു. അപ്പം ഇത് ഞാൻ ഉള്ളി മുറിക്കുന്നത് ഞാൻ വിചാരിച്ചു ഒരു ചമ്മന്തി കൂടി അതിന് കൂടെ ഉണ്ടാക്കാം, ബിക്കോസ് തേങ്ങ ബാക്കി ഉണ്ടായിരുന്നു. ഒരു തേങ്ങ മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാലും ഒരു തേങ്ങാ ചട്നി കൂടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്. പിന്നെ അതേപോലെ ചെറിയ പച്ചമുളക്, ചെറുതല്ല കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളക് 2 എടുത്തു. അത്രയും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇടുന്നുണ്ട്. അതേപോലെ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം അതിനെ കൂടി ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ടു. തേങ്ങ ചട്നി ഉണ്ടാക്കുന്നത് അത് വേണമല്ലോ. അപ്പോൾ ഞാൻ തേങ്ങയും കൂടി ഇട്ടു. പിന്നെ ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ വറ്റൽമുളക് ഞാൻ എണ്ണയിൽ വറുത്തെടുത്തിട്ട് ഞാൻ വീണ്ടും ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു രസത്തിന് വേണ്ടി എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഉപ്പ് ഇട്ടു, അതേപോലെ മുളകൊക്കെ ഇട്ടു. മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എത്ര മുളക് വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുക. അപ്പോഴാണ് അവിടെയൊക്കെ തൂത്തത് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ മിക്സിയൊക്കെ അടിക്കാൻ പോയപ്പോഴായിരുന്നത് അയ്യോ ഞാൻ പുളി ഇട്ടില്ല. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ പുളിയൊക്കെ ഇട്ടു. എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ടൊക്കെ കുക്കിങ്ങൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെയല്ലേ കിട്ടുള്ളൂ. നമ്മളിങ്ങനെ എക്സ്പേർട്ടുകളൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഫോമിലാണ് എനിക്ക് അവസാനം കിട്ടിയത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒറ്റിച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ചെറുപയർ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഉപ്പേരി പോലെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ബാക്കിയുണ്ടായിരുന്നു. അതിലേക്ക് ചെറിയ ഉള്ളിയും ഇട്ടു, അതേപോലെ ജീരകം ഇട്ടു, ഉപ്പിട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീഡിയോ ഓൺ അല്ലായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഞാൻ വീണ്ടും പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനും ഇപ്പോൾ പറയുന്നത്. 4 സാധനങ്ങളിട്ടു. ഇനി ഞാൻ അരച്ചെടുത്തപ്പം തേങ്ങേൻ്റെ ഒരു കഷ്ണം അതിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറുപയർ ഇത്ര ആവുന്നൊരു പരുവത്തിൽ ഞാൻ ആക്കി ഇങ്ങനെ എടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ചോറിൽ വെള്ളം കുറവായിരുന്നു. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചോറ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോറ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിച്ചു. ഞാൻ കുറേ വെള്ളം ഒഴിച്ചു, കാരണം കഞ്ഞീൻ്റെ ആ വെള്ളം കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റല്ല. അങ്ങനെ ഞാൻ നേരത്തെ വെച്ച ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് കടുക് ഇട്ടു. എന്നിട്ട് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളി ഇട്ടു, ഇങ്ങനെ വഴറ്റിയെടുത്തു. അങ്ങനെ ഞാൻ വേറെ എന്തോ ഒരു പണിക്ക് പോയപ്പോഴാണ് മനസ്സിലായത് അയ്യോ ഉള്ളി കരിയാറായെന്ന്. ഞാൻ പിന്നെ ഇളക്കി. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ആ ജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോഴത്തേന് എൻ്റെ ഉള്ളി കരിഞ്ഞൊരു പരുവായിരുന്നു. ഉള്ളീൻ്റെ കളർ കണ്ടില്ല, ഭയങ്കര ബ്രൗൺ ആയിപ്പോയി. പിന്നെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇത് കയ്യിലും പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് ഫോൺ അവിടെ വെച്ചു, എന്നാലോട് മിക്സ് ചെയ്തു. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചൊരു പൊട്ട ടേസ്റ്റ് ആയിരിക്കുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ചെറുപയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതും ഞാൻ നല്ലോണം മിക്സ് ചെയ്തു. പക്ഷേ ശരിക്കും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഇത് തിളയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓഫ് ചെയ്ത് വീണ്ടും ഞാൻ ഒന്നുകൂടി തിളപ്പിച്ചു. അത് കുറച്ച് കുറുകി ഞാൻ എടുത്തു.
അപ്പോൾ ഇതാണ് നമ്മൾ ഓവറോൾ ഉള്ളത്. ഇതാ ചട്നി അതാ, ഉപ്പേരി അതാ, അതേപോലെ ഒരു കഞ്ഞി ഇതാ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. ഭയങ്കര സംതൃപ്തി എനിക്ക് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഞ്ഞിയൊക്കെ കുക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം എപ്പോഴും എൻ്റെ അമ്മച്ചിയൊക്കെ പറയും, നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ശരിക്കും ആ ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ ആദ്യമായിട്ടൊരു പൊട്ട ഡിഷാവുമെന്ന് വിചാരിച്ച് ഞാൻ ട്രൈ ചെയ്തൊരു സാധനം ഇത്ര ടേസ്റ്റോടെ എനിക്ക് കഴിക്കാൻ പറ്റിയത്. പിന്നെ കഞ്ഞിക്ക് പണ്ട് സ്കൂളിലൊക്കെ കിട്ടിയ ഒരു കഞ്ഞീൻ്റെ ടേസ്റ്റ്, പിന്നെ ഉപവാസമൊക്കെ എടുത്തിട്ട് ഈ കഞ്ഞി നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ആ ടേസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ഈ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചു. പക്ഷേ ആ ഒരു നിമിഷത്തിൽ ഞാൻ എവിടേക്കോ ഒന്ന് എൻ്റെ ശ്രദ്ധ മാഞ്ഞു. ഞാൻ പെട്ടെന്ന് വീട്ടിലേക്കും പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങളിലേക്കൊക്കെ മറന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ അയ്യോ വീഡിയോ ഓണാണ്, ക്യാമറ ഓണാണ്, ഞാൻ കേരളത്തിലല്ല ഗുജറാത്തിലാണെന്ന്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെ കഴിച്ചപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ.